അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മളെ നാസർ മാനുക്ക ഇട്ട ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ. അപ്പം ഇന്നലെ രാത്രി ഒരു 10-11 മണിയാകുമ്പോൾ മാനുക്ക വിളിക്കുന്നുണ്ട്. മാനുക്ക എൻ്റെ ഒരു അസിസ്റ്റൻറ്റിനോട് മെസ്സഞ്ചറിൽ നമ്പർ ചോദിച്ചു. അങ്ങനെ ആ നമ്പർ കൊടുത്തു, മാനുക്കാനായിട്ട് സംസാരിച്ചു. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് ആ കാര്യങ്ങളെ കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ കരുതി നമ്മളെല്ലാവരും കമൻറ്റ് ഇട്ട എന്താണ് അദ്ദേഹത്തിന് ഭയങ്കര മാറ്റമാണ്. അല്ല, ശരിക്കും അത് സംഭവിച്ചിട്ടുള്ളത് അദ്ദേഹം സാധാരണ നമ്മളോട് ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ ആരാണോ നമ്മൾ ആശയപരമായിട്ട് പറയുന്നത് ആ വ്യക്തി വന്നിട്ട് പറയാം നിങ്ങൾ ആ വീഡിയോ ഒന്ന് പിൻവലിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. പക്ഷേ മാനുവൊക്കെ പറഞ്ഞത് എന്താണെന്ന് അറിയാം. മാനുവൊക്കെ എന്നോട് പറഞ്ഞു, ജാസിർ ഞാൻ അതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, മാനുവൊക്കെ എന്ത് പറ്റി നിങ്ങൾക്ക് അങ്ങനെ ഒരു പോസ്റ്റർ ഇടുമ്പോൾ, നിങ്ങളെപ്പോലെ ഉള്ള ഒരാൾ ഒരു പോസ്റ്റർ ഇടുമ്പോൾ ആളുകളതൊക്കെ ശ്രദ്ധിക്കൂലേ, അതൊക്കെ വലിയൊരു സമുദായത്തെ പ്രതിക്കൂട്ടിലാക്കൂലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ മൂപ്പര് പറയണേ, യാസിർ സത്യത്തിൽ യാസിർ പറഞ്ഞതിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അതാണ് എൻ്റെ കാഴ്ചപ്പാട്. യാസിർ പറഞ്ഞത് തന്നെയാണ്. നേരെ മറിച്ച് മാനുവൊക്കെ വേറൊരു വ്യക്തിയുമായിട്ട് കാറിൽ യാത്ര ചെയ്തപ്പോൾ തർക്കിച്ചു. അപ്പോൾ ആ വ്യക്തി പറഞ്ഞല്ലോ അങ്ങനെ ആഘോഷങ്ങളിൽ പങ്കെടുക്കരുത് എന്ന്. ആ വ്യക്തി പറഞ്ഞപ്പോൾ മാനുവൊക്കെ തർക്കിച്ചിട്ടുണ്ട്, പങ്കെടുക്കാം, അത് വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തർക്കിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തർക്കത്തെ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇത് ഇട്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇട്ടതോടുകൂടി വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നു. അതിലേറ്റവും കൂടുതൽ വന്നത് ഞാൻ വിശ്വസിക്കുന്ന, മാനൊക്കെ പറയണേ, ഞാൻ വിശ്വസിക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങളുള്ളത് എന്ന് എനിക്ക് ബോധ്യമായി. യാസിറിൻ്റെ വീഡിയോയോട് കൂടി അത് വീണ്ടും ബോധ്യമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വളരെ ഒരു പോസിറ്റീവായ രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. വളരെ തന്മയത്വത്തോടു കൂടി വളരെ പക്വമായ രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. പിന്നെ അത് ഞാൻ ആ വീഡിയോ ചെയ്തതോടുകൂടി പല ആളുകളും അദ്ദേഹത്തെ സഭ്യമല്ലാത്ത ഭാഷ പ്രയോഗിക്കുക, നമ്മളിൽപ്പെട്ട ആളുകളുടെ ഒരു ഭാഷ അത് ശരിയല്ല, അത് ആശയമില്ലാത്തവൻ്റെ ഭാഷയാണ് തെറി പറയാന്നുള്ളത്. ഒന്നും പറയാൻ കിട്ടില്ലെങ്കിൽ പിന്നെ രണ്ട് തെറി പറഞ്ഞ് അല്ലെങ്കിൽ മുഖത്തേക്ക് തുപ്പിങ്ങാണ്ടൊക്കെ പോകാന്നൊക്കെ പറയാം എന്ന് പറഞ്ഞ പോലെ. അപ്പം മാനുക്കാനോട് ഞാൻ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. മാത്രമല്ല, ഇസ്ലാമിനെതിരെ വരുന്ന ആളുകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോഗിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതായത് മുസ്ലിങ്ങൾ അല്ലാത്തവരെയൊക്കെ തക്കം പാർത്തിരുന്ന് കൊല്ലണം, അയൽവാസിയെ കൊല്ലണം എന്നൊക്കെയാണ് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാം പറയുന്നതെന്നൊക്കെ പറഞ്ഞ് പച്ച നോണ പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ മാനുക്കയുമായി സംസാരിച്ചു. ഞാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞത് ഹിന്ദ്, അതായത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ അമ്മാവനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഹിന്ദ് കൊലപ്പെടുത്തിങ്ങാണ്ട് കരൾ കടിച്ച് പറിച്ച് വളരെ റസൂലിന് വളരെ വേദന ഉണ്ടാക്കിയൊരു സംഭവമാണ്. ഞാൻ ചുരുക്കി പറയാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് റസൂലിന് അധികാരം കിട്ടി, ഇസ്ലാമിൻ്റെ എല്ലാ വിധത്തിലുള്ള ശക്തിയും വന്നിട്ട് ഹിന്ദ് അന്ന് ജീവിച്ചിരിക്കുമ്പോൾ ആ ഹിന്ദ് ഇവിടെ ഉണ്ട് എന്ന് റസൂലിനോട് പറഞ്ഞപ്പോൾ ഇനി പ്രതികാരങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ അള്ളാഹിൻ്റെ റസൂൽ ആരും കൊന്നിട്ടില്ല. അതായത് യുദ്ധത്തിന് ഇങ്ങോട്ട് വരാതെ ഒന്നും അങ്ങോട്ട് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പച്ചയായി ചരിത്രങ്ങളിലൂടെ നിലനിൽക്കെ ആ ആശയത്തെ കണ്ട് ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പം എത്രയോ ആളുകൾ ഇസ്ലാമിലേക്ക് പ്രഗത്ഭരായ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇസ്ലാമിനെ കുറിച്ച് ആളുകൾ പഠിക്കുക. അത് ആശയപരമായിട്ട് മാന്യമായിട്ട് വളരെ നല്ല രീതിയിൽ തന്മയത്വത്തോടു കൂടിയാണ് നമ്മളത് കൊടുക്കേണ്ടത്. അത് കാണുമ്പോഴാണ് ഇതിനെക്കുറിച്ച് അവർ ആലോചിക്കുക. നേരെ മറിച്ച് നമ്മളത് തെറി പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക മാന്യമല്ലാത്ത രീതിയിൽ അതിനോട് പ്രതികരിക്കുമ്പോൾ ആരെ കൂട്ടിനെ നമ്മളായിട്ട് അടുക്കുക, നിങ്ങൾ ആലോചിച്ചോക്കെ. അപ്പോൾ അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഫേക്ക് ഐഡികളൊക്കെ ഉണ്ടാക്കിയിട്ട് തൗഹീദ് നടത്താൻ സുന്നിയോ മുജാഹിദോ ഏത് സംഘടനക്കാരും നിൽക്കരുത്, മുസ്ലിങ്ങൾ നിൽക്കരുത്. നമുക്കൊക്കെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. ആ ഐഡന്റിറ്റിയിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ആശയങ്ങളെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറയേണ്ടത്. അത് പറയുമ്പോഴാണ് അതിനൊരു നട്ടെല്ലും അതിനൊരു ആധികാരികതയും അതിനൊരു അടിസ്ഥാനമൊക്കെ ഉള്ളൂ. അങ്ങനെ തന്നെയാണ് നമ്മുടെ മുൻഗാമികളൊക്കെ തൗഹീദ് പച്ചക്ക് പ്രചരിപ്പിച്ചിരിക്കുകയാണ്. അതിൽ കഠിനമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ പച്ചക്ക് ഇത് പ്രചരിപ്പിക്കും. ഇത് ഒളിപ്പോരി എന്ന് പറഞ്ഞ സംഗതി ഇതിലില്ല, അത് ശരിയല്ല. ഞാൻ മനസ്സിലാക്കുന്നത് കുറേ സംഘടനയിൽപ്പെട്ട ഇതേപോലത്തെ ഫേക്ക് ഐഡികളിൽ വെച്ചുകൊണ്ട് സംഘടനാ സംഘുചത്വം മറ്റൊക്കെ തലക്ക് പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം. ഇതൊന്നും തൗഹീദിന്റെ വേർഷനിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് പറയാനുള്ള ആശയങ്ങളെ പച്ചക്ക് യാസർ പൂക്കോട്ടുംപാടെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ വേറെ പേരിൽ വന്ന് തങ്ങളുടെ ഐഡന്റിറ്റി കാണിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു എന്ന് കരുതി തെറ്റിപ്പോയിക്കോട്ടെ. ചിലപ്പോൾ തെറ്റുകൾ ഉണ്ടാവും, മനുഷ്യ സഹജമാണ്. പക്ഷെ അതിനൊക്കെ ഒരു ഐഡന്റിറ്റി ഉണ്ടാകുക, ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് അത് ഉണ്ടാകുക എന്നുള്ളതാണ് ആദ്യം നമുക്ക് വേണ്ടത് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഏതായാലും മാനുക്ക വളരെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം വിളിച്ച് സംസാരിച്ചു. പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്, കാരണം അതൊക്കെ അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങളാണ്. അപ്പോൾ മാനുക്കാന്റെ ഓരോ ചോദ്യങ്ങളും സമൂഹത്തിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങളാണ്. അദ്ദേഹം ഇത് തിരയുകയാണ്, ഇസ്ലാമിക സമൂഹത്തിന്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം തിരയുകയാണ് എന്നുള്ളതാണ് എനിക്കതിൽ മനസ്സിലായത്. അപ്പോൾ ഒരു കാര്യം കൂടിയും പറയാനുള്ളത്, ഇങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ നമ്മുടെ ഉന്നതരായ പണ്ഡിതന്മാരുണ്ട്, ആ പണ്ഡിതന്മാരോട് സമീപിച്ചിട്ട് അവിടെ നിന്നും നമുക്കൊരു നല്ല റെസ്പോണ്ട് കിട്ടിയിട്ടില്ല എങ്കിൽ, അങ്ങനെ ചിലപ്പോൾ കിട്ടിക്കോളണമെന്നൊന്നുമില്ല, അപ്പോൾ അത് സമൂഹത്തിൽ ചർച്ചയ്ക്ക് വിധേയമാക്കി അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ തങ്ങൾക്കും
പൊതുസമൂഹത്തിനും വിവിധ മതക്കാർക്കുമൊക്കെ ഉപകാരപ്രദമാവുന്ന രീതിയിൽ വരികയാണെങ്കിൽ അത് തന്നെയാണ് ആശയങ്ങളെ മനസ്സിലാക്കാനും അതിനെ വ്യാപിപ്പിക്കാനും ഒക്കെ ഏറ്റവും നല്ലത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മാനിക്കായോടോ അല്ലെങ്കിൽ മറ്റാരോടോ വ്യക്തിപരമായിട്ട് യാതൊരുവിധ വിദ്വേഷമോ വെച്ച് പുലർത്തുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ അത് ആ രീതിയിൽ തന്നെ മനസ്സിലാക്കണമെന്ന് മാനിക്കയോട് പറഞ്ഞ സ്നേഹപൂർവ്വമാണ് അദ്ദേഹം ഫോൺ വെച്ചത്. ഇനി കാണാമെന്നും പറഞ്ഞു. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും തമ്മിൽ കാണാനും പരസ്പരം മനസ്സിലാക്കാനും ഒക്കെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.